വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വാർത്ത വായിക്കുന്നത്. പ്രമുഖ വ്ളോഗർ യൂട്യൂബറുമായ സന്തോഷ് വർക്കി നമ്മളോടൊക്കെ വിട പറഞ്ഞിരിക്കുകയാണ്. അവസാനത്തെ വീഡിയോ ആണ്. വിട പറയുന്നതിന് തൊട്ടു മുമ്പ് യൂട്യൂബ് ചാനലിലൂടെ തന്റെ അവസാനത്തെ ആഗ്രഹം സന്തോഷ് വർക്കി പങ്കുവച്ചിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോഴേക്ക് ഫാദർ കൊണ്ടുപോയി. അഷ്ടേ പെൺകുട്ടി കിട്ടിയെങ്കിൽ ഞാൻ കല്യാണം തയ്യാറാണ്. ഇന്നത്തെ വീഡിയോ കുറച്ച് സാഡ് വീഡിയോ ആയിരിക്കും. കാരണം ആറാട്ടണ്ണൻ ഈസ് നോ മോർ. ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ സൊസൈറ്റിയും എല്ലാം ചേർന്ന് സന്തോഷിനെ ഒരു വലിയ സൈക്കോ ആക്കി മാറ്റി. ഇതെന്റെ ലാസ്റ്റ് വീഡിയോ. അതെ, ഇനി ഒരിക്കലും നമുക്ക് ആറാട്ടനെ കാണാൻ പറ്റില്ല. പക്ഷെ ആറാട്ടൻ ഈ അവസ്ഥയിലെത്താൻ എന്താണ് കാരണം? എല്ലാരും മുമ്പിൽ അന്ധനാണ്, ഭ്രാന്തനാണ്, പെണ്ണുപടിയനാണ്. എന്റെ ജീവിതം നശിപ്പിച്ചില്ല ഈ മീഡിയക്കാരാണ്. സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ആറാട്ടന്റെ ജീവിതം നശിപ്പിച്ചത്? എന്റെ അമ്മയോട് എന്റെ പെങ്ങന്മാർ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. ഞാൻ ആത്മഹത്യ ചെയ്ത എന്റെ അമ്മയ്ക്ക് ആരുമില്ല. ഇപ്പൊ ആറാട്ടന്റെ ജീവിതം സൂയിസൈഡ് എന്നൊരു ഓപ്ഷനിൽ എത്തി നിൽക്കാൻ എന്താണ് കാരണം? ഇതിന്റെ ഉത്തരം അറിയണമെങ്കിൽ നമ്മൾ ആറാട്ടന്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. കഴിഞ്ഞ വർഷം ആറാട്ടന് നടിമാരോടുള്ള തക വിളയാട്ടം നമ്മളെല്ലാം കണ്ടതാണ്. നിത്യമേനോനിൽ തുടങ്ങി ട്രൂ ലവ്, പിന്നെ മോനിഷ മേനോനുണ്ടായി, പിന്നെ നിലവിന്റെ അടുത്തായി. അങ്ങനെ 2022 അവസാനിച്ചു. 2023 പുതിയ ഇരകളുടെ ലിസ്റ്റ് ആറാട്ടനും പുറത്തുവിട്ടിട്ടുണ്ട്. ആറാട്ടനും പ്രസൻസ് ലവ് ആൻഡ് ഹോട്ട് സ്റ്റോറീസ് പാർട്ട് 99. ഈ വർഷം നേരെ സ്ട്രേറ്റ് ഹോളിവുഡിലാണ് ആറാട്ടനും കയറി പിടിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ടൈറ്റാനിക്കൽ വളർന്നപ്പോ അതില് ഇഷ്ടപ്പെടാത്ത ആരുമില്ല. ഓക്കെ, അതിന് KTHന് കല്യാണം കഴിക്കണം എന്ന് മാത്രം പറയല്ല. എന്നോടൊരാൾ ചോദിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ആരെങ്കിലും സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് KTHലെത്താണ്. അയ്യോ അണ്ണൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അണ്ണന് വല്ല ബോധമുണ്ട്? അണ്ണൻ ഇന്റർനാഷണൽ ജയിലിൽ കിടക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളായിട്ട് ഒരു പെണ്ണായിട്ട് സെക്സ് ചെയ്യാൻ താല്പര്യം ചോദിച്ചു കഴിഞ്ഞാൽ സെലിബ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് KTHലെത്തായി. ദൈവമേ, ആറാട്ടണ്ണൻ കമ്പിക്കഥയും തുടങ്ങി. കമ്പി ചാനൽസ് യു ആർ ഗോൺ ബിക്കോസ് ആറാട്ടണ്ണൻ ഈസ് റോക്കിംഗ് ഓൺ. എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു പേടിയില്ലാണ്ട് ഇത്രയും ധൈര്യത്തോടെ ഇതൊക്കെ വിളിച്ചു പറയണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ കടൽക്കരയിൽ തിമിംഗലം ചത്തെടുക്കണ പോലെ മുഖം വെച്ചിട്ടാണ് വീഡിയോ ചെയ്യാറ്. പക്ഷേ ഈ വീഡിയോയിൽ അണ്ണൻ മുഖം കാണിക്കുന്നത് എന്താണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായി. അണ്ണൻ പേടിച്ചു തോന്നുന്നു. ഇത് കഴിഞ്ഞാണ് നേരെ 10 സിനിമ പോയിക്കൊണ്ട്. അപ്പം മുതലാണ് എന്റെ പുതിയ എന്ന് പറയുന്നത് ദീപിക പുതുക്കോണോ. ആറാട്ടണ്ണൻ ഇപ്പൊ കാമാട്ടണ്ണനാണല്ലോ. അണ്ണൻ ഏത് പുതിയ സിനിമ കണ്ടാലും ആ സിനിമയിലുള്ള നടിയുമായിട്ട് ട്രൂ ലബിലാവും. കുറച്ച് ദിവസം വേണ്ട നസ്രീന്റെ ഒരു സിനിമ കണ്ടിരുന്നായിരുന്നു. അപ്പം മുതൽ അണ്ണൻ നസ്രീനെയാണ് വേണ്ടത്. എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോഴേക്ക് ഫാദർ കൊണ്ടുപോയി. അഷ്ടേ പെൺകുട്ടി കിട്ടിയെങ്കിൽ വായും പൊളിച്ചിരുന്നു. ഇപ്പൊ കിട്ടും. പണ്ട് നസ്രീനെ അണ്ണൻ നോക്കി വെച്ചിരിക്കുന്നു. അപ്പോഴേക്കാ കള്ള ഫഹദ് കൊണ്ടുപോയി. അതിന്റെ സങ്കടം മാറ്റാൻ വേണ്ടിയാണ് ഇത്രയും കാലം നസ്രീനെ പോലെ ഒരു പെണ്ണിനെ അന്വേഷിച്ച് നടക്കായിരുന്നു. കേൾക്കുമ്പോ തന്നെ കരച്ചിൽ വരുന്നു. അത് കഴിഞ്ഞാണ് അണ്ണൻ മഞ്ജു വാര്യരുടെ ആയിഷ എന്ന് പറഞ്ഞ സിനിമ കാണുന്നത്. ബാക്കി പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആറാട്ടണ്ണൻ ഇപ്പൊ നിത്യമേനോനൊക്കെ ലവ് മഞ്ജു വാര്യരോടാണ്. എനിക്ക് അങ്ങനെ അട്രാക്ഷൻ ഒരു ഗുണോട് തോന്നിയിരിക്കുന്നത് ഇവൻ നിത്യമേനോട് പോലും എനിക്ക് തോന്നിയിട്ടില്ല. അട്രാക്ഷൻ എനിക്ക് തോന്നിയ മഞ്ജു വാര്യരോടാണ്. ഈ രോഗത്തിന് ഒരു ചികിത്സയേ ഉള്ളൂ. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. ആറാട്ടണ്ണൻ ഓരോ അരിയും വീഴ്ത്തുന്നത് സൈക്കോളജിക്കൽ സ്റ്റെപ്സ് വെച്ചിട്ടാണ്. സ്റ്റെപ്പ് 1 ആറാട്ടണ്ണൻ ടാർഗറ്റിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അട്രാക്ഷൻ എനിക്ക് തോന്നിയ മഞ്ജു വാര്യരോടാണ്. സ്റ്റെപ്പ് 2 ടാർഗറ്റിന്റെ എല്ലാ മൂവും ഫോളോ ചെയ്യാം. സ്റ്റെപ്പ് 3 ടാർഗറ്റ് എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ പോയി ടാർഗറ്റിനോട് സംസാരിക്കാം. പിന്നെ ബാക്കിയുള്ള സ്റ്റെപ്സ് ഒക്കെ നാട്ടുകാർ ചെയ്തു. മഞ്ജു വാര്യന്റെ ഫാൻസിന് ആവശ്യത്തിന് തെറികേട്ട് കഴിഞ്ഞപ്പോൾ ആറാട്ടന്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് മമത മോഹൻദാസ്. എനിക്ക് വളരെ റെസ്പെക്ട് തോന്നിയ ഒരാളാണ് മമത മോഹൻദാസ്. വളരെ സ്ട്രോങ് വുമൺ ആണ്. ആറാടിയാണ് നടീന്റെ അമ്മീന്റെ അടുത്ത് ആറാടാൻ തുടങ്ങി. അവന്റെ മദറിന്റെ അടുത്ത് ഞാൻ കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവർ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അമ്മയോട്. അത് കഴിഞ്ഞ് അവരോട് വിളിച്ചിട്ട് കാര്യം ചോദിച്ചപ്പോൾ അവർ വളരെ മോശമായിട്ട് എന്നോട് പെരുമാറി. വളരെ ഹേർട്ട് ചെയ്തു. ഓ അണ്ണനെ വീണ്ടും തെറി കേട്ടോ. ചുമ്മാ അവരുടെ വീട്ടിൽ കയറി വിളിച്ച് അവരുടെ അമ്മീനെ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രഞ്ച് കിസ് തരും വിചാരിച്ച. നടീനെ കിട്ടിയില്ലെങ്കിൽ നേരെ നടീന്റെ അമ്മേനെയാണ് ഇയാളെ ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ നമ്മുടെ മമത മോഹൻദാസിന്റെ വളിച്ച തെറി കേട്ടതിന് ശേഷം ആറാട്ടന്റെ അടുത്തരാന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ആറാട്ടന് വേറെ ഒന്നും നോക്കാനില്ല, ഡയറക്റ്റ് കല്യാണം കഴിച്ചാൽ മതി. 2 നടിമാര് ഓൾറെഡി ഇയാളുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇയാളുടെ കഴപ്പ് മാറിയിട്ടില്ല. ആറാട്ടന്റെ നടിമാരെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പ്രപ്പോസും ചെയ്യും, നടന്മാരെ പെണ്ണുപിടിയന്മാരാണെന്ന് പറഞ്ഞ ഡീഗ്രേഡും ചെയ്യും. മോഹൻലാല് കല്ലു പിടിക്കാം, പെണ്ണു പിടിക്കാം. മോഹൻലാല് ലോക പെണ്ണുപിടിയാണ്. ആൾക്കാർ ഇപ്പൊ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണ്. കല്ലുകൂടി, പെണ്ണുപിടി, എല്ലാ പരിപാടിയും. ആറാട്ടെണ്ണം പിന്നെ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് കൂടി പോകാത്ത ആളാണല്ലോ. ഇയാൾ ഈ വർഷം തന്നെ 9 നടിമാരെയാണ് പ്രപ്പോസ് ചെയ്തേക്കുന്നത്. ലോക സിനിമാ ചരിത്രത്തിൽ ഇതുപോലെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവും. നടിമാരിന്റെ തെറി കേൾക്കുന്നത് ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആണെങ്കിൽ So the winner of Best Kori in 2023 is goes to from India അണ്ണാരക്കണ്ണൻ. സോറി, ആറാട്ടണ്ണൻ.
ഗുഡ് ഈവനിങ് എവരിവൺ. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കോഴിയൊന്നുമല്ല. മീഡിയക്കാരെല്ലാരും കൂടി എന്നെ കോഴിയാക്കിയതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് ആ നടുക്കിയിരിക്കുന്ന കുട്ടിയോട് ഒരു ക്രഷ് അടിച്ചു. കുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ പോകുമ്പോ എനിക്ക് നമ്പർ തന്നിട്ട് പോകണം. ഡുവൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ അരിയണ്ണന്റെ അച്ഛനായിട്ട് വരും ആറാട്ടെണ്ണൻ. ഇയാൾ ഒരു വീഡിയോയിൽ വന്ന് മോട്ടിവേഷൻ കൊടുക്കും, മറ്റേ വീഡിയോയിൽ വന്ന് ഡിപ്രഷൻ അടിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നമ്മൾ പരാജയപ്പെടുന്ന കുഴപ്പമില്ല. ഇതുപോലത്തെ ഇരപ്പാളികൾ അമാർ വിജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5 minutes later. എന്റെ ജീവിതം നശിപ്പിച്ചില്ല ഈ മീഡിയക്കാരാ. ചോര കുടിക്കുന്ന ഈ മീഡിയക്കാരെ എന്റെ ജീവിതം നശിപ്പിച്ചില്ലേ. നമുക്ക് മനുഷ്യരെ പഠിക്കാം, പക്ഷെ ദൈവത്തെ പഠിക്കാൻ പറ്റില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. A few minutes later. ദൈവവും ഇല്ല, നന്മയുടെ ദൈവം ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ഇത്രയും നെഗറ്റീവ് കാര്യങ്ങൾ നടക്കില്ല. ഇയാൾ ഒരു വീഡിയോയിൽ വന്ന് പറയും പെണ്ണുങ്ങൾ അവരുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ഇട്ടോട്ടെ, അതിന് എന്തിനാ നമ്മൾ ചോദ്യം ചെയ്യാൻ പോകണം. എന്നിട്ട് മറ്റൊരു വീഡിയോയിൽ ഇയാൾ തന്നെ പെണ്ണുങ്ങളുടെ ഡ്രസ്സിനെ പോയി ചോദ്യം ചെയ്യും. കംഫർട്ടബിൾ ആയി ഡ്രസ്സ് ഇടുന്നു. അതിന് ആ രീതിയിൽ എടുക്കുന്നത് ഈ കേരളത്തിലെ ചില കുറേ ഞരമ്പ് രോഗികളുണ്ട്. അവന്മാരുടെ കുഴപ്പമാണ്. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവർ ഇട്ടോട്ടെ. അതിനെ മറ്റേ ഈ സെക്സോടെ മാത്രം എന്താ കാണുന്നത്. The next day. പെണ്ണുങ്ങളുടെ ഈ സ്ലീവ്ലെസ് ഇങ്ങനെ ഇട്ട് നടക്കുന്നത് കാണുമ്പോൾ ആണുങ്ങൾക്ക് വികാരം വരുന്ന ഉറപ്പാണ്. കയറി പിടിക്കാൻ പാടില്ല, അതൊന്നും പറയാൻ പറ്റില്ല. എല്ലാം കാണിച്ചിട്ട് പിടിക്കാൻ പാടില്ല എന്നുള്ള യോജിപ്പില്ല. ഇയാൾ ഒരു വീഡിയോയിൽ വന്ന് നടിമാരെ ലെസ്റ്റോടെ കാണുന്നത് തെറ്റാണെന്ന് പറയും, മറ്റൊരു വീഡിയോയിൽ വന്ന് നടിമാരെ കുറിച്ച് ലെസ്റ്റോടെ സംസാരിക്കും. ലെസ്റ്റോടെ വികാരം മറ്റേ ആളെ വെറും കാമത്തോടെ അല്ലെങ്കിൽ വെറും ശരീരമായിട്ടാണ് മാത്രമാണ് നടക്കുക. 12 seconds later. എന്നോട് ആൾ ചോദിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ആരെങ്കിലും സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് കേക്ക് വേസ്റ്റാണ്. യൂട്യൂബിന്റെ ഹിസ്റ്ററി തന്നെ ഇതുപോലൊരു വേസ്റ്റ് കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന വേറൊരു ക്രിയേറ്റർ ഉണ്ടാവില്ല. ക്വാണ്ടം മെക്കാനിക്സ് എന്താണെന്നോ ഫിലോസഫി എന്താണോ അറിയില്ലാത്ത കുറെ തേർഡ് റേറ്റ് ആൾക്കാർ തെറിയാൻ കേട്ടോണ്ടിരിക്കണം. ആറാട്ടന്റെ ക്വാണ്ടം മെക്കാനിക്സും ഫിലോസഫി എന്താണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. കുറച്ച് ദിവസം മുമ്പ് ആറാട്ടന്റെ യൂട്യൂബ് ചാനലിൽ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അവസാനത്തെ വീഡിയോ ആണ്. ഇത് കണ്ട് നിങ്ങളെ പോലെ ഞാനും കുറച്ച് സീരിയസ് വീഡിയോ ആയിരിക്കും വിചാരിച്ചു. പക്ഷെ ഇയാൾ മുമ്പ് ഇതുപോലെ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ പോകണം, എല്ലാം നിർത്താൻ പോകണം എന്നൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ വിട പറയാണ്, റിവ്യൂവിന് വിട പറയാണ്, ടെലിമേഡ് വിട പറയാണ്, എല്ലാത്തിനും വിട പറയാണ്. ഈ വീഡിയോ ഇട്ട് എന്നെ പിറ്റേ ദിവസം ചായ കുടിക്കാറാകുമ്പോഴേക്കാണ് ഞാൻ തിരുമ്പി വന്നിട്ടല്ലേ എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ നിർത്തണം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ വീഡിയോ നിർത്തുകയാണെങ്കിൽ അവരുടെ വിജയം അങ്ങനെ അവർ വിജയിക്കണ്ട. ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെ വ്യൂസ് കൂടുതൽ കിട്ടണമെന്നാണെന്ന് അറിയില്ല. അണ്ണൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഈ പരിപാടി ചെയ്യും. കുറച്ച് ദിവസം അണ്ണൻ സൂസൈഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ റോങ് ആയിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ നൈസിൽ അണ്ണൻ ആ വീഡിയോ മുക്കി. അണ്ണനിപ്പോ മുങ്ങേണ്ട സമയത്ത് മുങ്ങാനും അറിയാം. കുറച്ചു ദിവസം ആറാട്ടന് സ്വന്തം പെങ്ങന്മാര് കാരണമാണ് അച്ഛൻ മരിച്ചതെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശാരീരികമായും മാനസികമായും വിഷമിച്ചാണ് എന്റെ ഫാദർ വെച്ചിരിക്കുന്ന. അതിന് ഒറ്റ കാരണം എന്റെ സിസ്റ്റേഴ്സ് ആണ്. എന്നെ അടുപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഒന്നും അവർ കേട്ടിട്ടില്ല. ഇത്രയും കാലം ഇയാൾക്ക് മാത്രമായിരുന്നു തെറിയേക്കേണ്ടി വന്നത്. പക്ഷെ ഇപ്പൊ ഇയാളെ ഫാമിലിനും കൂടി ഇതിലേക്ക് വലിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെയാണ് പതിവിലും കൂടുതൽ വ്യൂസ് കിട്ടാറുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് വ്യൂസിന് വേണ്ടി സിമ്പതി വിറ്റ് അരി വാങ്ങാണെന്നാണ്. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഹീസ് റിയലി ബ്രോക്കൺ. ആൾക്കാർ പറയും സന്തോഷം ആറാട്ടനും കരയും. ഞാൻ കരയുന്നതല്ല, ഞാൻ ഇന്ന് ആത്മഹത്യ എന്റെ അമ്മയെ ഓർത്തിട്ടാണ്. എനിക്ക് തോന്നുന്നത് ആറാട്ടന് സങ്കടം പറയാൻ കൂടി ആരും എന്ത് സങ്കടം വന്നാലും അണ്ണൻ സോഷ്യൽ മീഡിയയിൽ ഒന്ന് തുറന്നു പറയും. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഇയാളുടെ വീഡിയോസ് ഒക്കെ കണ്ട് എനിക്കിപ്പോ ഡിപ്രഷനായി. പിന്നെ ഈ ലോൺലിനെസിന്റെ ഡിപ്രഷനൊക്കെ അടിച്ച് സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഞാനൊക്കെ എന്നോ ചത്ത് പണ്ടാരടങ്ങേണ്ട കാര്യം. കാരണം എന്നെക്കാളും വലിയൊരു ഡിപ്രസ്ഡ് മലരൻ ഈ ലോകത്തുണ്ടാവില്ല. സീരിയസ്ലി ഗൈസ്, സെഡ് ലൈഫ്, ബെറ്റർ ഡേയ്സ് ആർ കമ്മിങ്, കീപ് ഗോയിങ്.